നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കേട്ടോ, നേരെ ഇങ്ങോട്ട് വിട്ടു. നമ്മുടെ ട്രെഞ്ചിനിലെ ബ്രസീന എന്ന് പറയുന്ന സ്പോട്ടാണ്. അത്യാവശ്യം കാടും മൃഗങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു കാടാണത്, ചെറിയൊരു ഫോറസ്റ്റ് ആണത്. അത്യാവശ്യം കരടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷെ എപ്പോഴൊന്നുമില്ല, ഇപ്പം സേഫാണ്. ഇപ്പം ആൾക്കാർ ഇവിടെ നിന്ന് സൈക്ലിസ്റ്റും അതുപോലെ തന്നെ ജോഗിങ്ങിന് വന്നവരൊക്കെ ഈ റൂട്ടിൽ പോകാറുള്ളതാണ്. അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടല്ല, ഇനി അങ്ങോട്ട് പോകുന്നതോറും ഒരുപാട് അഡ്വഞ്ചറസ് റൂട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൂട്ടൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ കൂടുമ്പോൾ ഇവിടെ മാപ്പ് ഉണ്ട്. നമുക്ക് ആ മാപ്പ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് ഏറ്റവും അടുത്തുള്ള ലൊക്കേഷനിലോട്ട് പോകാനൊക്കെ പറ്റും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. പിന്നെ നമുക്ക് സൈക്ലിസ്റ്റ്, നമ്മൾ മൗണ്ടൻ ബൈക്കിങ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യൽ റൂട്ടും നമുക്ക് അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് മൗണ്ടൻ ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനായിട്ട് സ്പെഷ്യൽ റൂട്ട് ഉണ്ട് അവിടെ. അതൊക്കെ അവിടെ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹൈക്കിങ്ങും അതുപോലെ തന്നെ ഇതുപോലെ സൈക്ലിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത് ബ്രസീന. വിൻ്റർ സമയത്താണ് നമ്മളിവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഏരിയ ഫുള്ള് മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്നിരിക്കും. ഫുള്ള് മഞ്ഞായിരിക്കും. നമുക്കിപ്പോൾ ഈ കാണുന്ന ഒരു പച്ചപ്പായിരിക്കില്ല നമുക്ക് വിൻ്ററിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഫീലാണ് നമുക്കിവിടെ വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ചില ഏരിയാസൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ഇപ്പോൾ ഒരു ഫീലാണ്. ഫുള്ള് ആ ഒരു ഗ്രീനറിയും പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലെത്തിയൊരു ഫീലാണ്. നമുക്കൊരു മൂന്നാർ കൊടൈക്കനാലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത്. പിന്നെ ഈ കാടും മലയും മാത്രമല്ല കേട്ടോ, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അഡ്വഞ്ചർ സ്പോട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. അവിടെ അറ്റാക്കൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ പലരും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ ഗ്രൂപ്പായിട്ട് വരാം. അതുപോലെ തന്നെ ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ടെൻ്റ് അടിക്കാനുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് അഡ്വഞ്ചർ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.